2020 ലോകകപ്പിലെ കലാശപ്പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടുകയാണ്. കിരീടം നിലനിർത്താൻ ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ കന്നി കിരീടമാണ് കിവീസ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും തിളങ്ങിയ സഞ്ജു സാംസൺ ഇന്നും തിളങ്ങുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. രാത്രി 7 മണി മുതൽ അഹമ്മദാബാദിലാണ് മത്സരത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ലിജിൻ നൽകും. ലിജിൻ, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ്. നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ കിരീടം നമുക്ക് നിലനിർത്താൻ കഴിയുമോ എന്ന്. പക്ഷേ അഹമ്മദാബാദിനെ സംബന്ധിച്ച് ഇന്ത്യക്ക് അത്ര രാശിയുള്ള ഒരു സ്ഥലമല്ല. പക്ഷേ എങ്കിലും നമ്മൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. സഞ്ജുവിലും വരുൺ ചക്രവർത്തിയിലുമൊക്കെയാണല്ലോ നമ്മുടെ പ്രതീക്ഷകൾ. തീർച്ചയായിട്ടും അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. കാരണം ഈ റെക്കോർഡ്, അതായത് നേരത്തെയുള്ള കിരീടം നിലനിർത്താൻ ഇന്ത്യക്ക് ഏറ്റവും മികച്ച സാധ്യത മുന്നിലുള്ള ഒരു മത്സരം കൂടിയാണ് ഇത്. മറുവശത്ത് കിവീസിനെ ഒരിക്കലും എഴുതത്തിൽ തള്ളാൻ സാധിക്കില്ല. ഈ സൂപ്പർ 8-ലും ഗ്രൂപ്പ് സ്റ്റേജിലും ഒക്കെ ഓരോ തോൽവിയോടെയാണ് അവർ വന്നതെങ്കിലും സെമിയിൽ കാണിച്ച അസാമാന്യ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരു കടുത്ത പോരാട്ടം ഇന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ മത്സരത്തിന് തന്നെയാണ് അഹമ്മദാബാദ് ഇന്ന് വേദിയാവുക എന്നതാണ് എല്ലാ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ പിച്ചിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇന്ന് സാധാരണഗതിയിൽ ബാറ്റിംഗ് പിച്ചാണ് എങ്കിൽ പോലും ബൗണ്ടറികൾ വളരെ ദൂരം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സാധാരണ മറ്റ് പിച്ചുകളിൽ കളിക്കുന്നത് പോലെ ആയിരിക്കില്ല അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ കളിക്കുക. അതുകൊണ്ട് ടോസ് വളരെ നിർണായകമായിരിക്കും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ടോസ് ലഭിക്കുന്നവർ നിശ്ചയമായും ബൗളിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത മുൻപിലുണ്ട്. കഴിഞ്ഞ ദിവസം പക്ഷേ സെമിയിൽ നമ്മൾ കണ്ടതാണ്, അത്തരത്തിൽ ടോസ് നിർണായകമാണ് എന്ന് പറഞ്ഞിട്ട് പോലും വളരെ കൃത്യമായി ഇന്ത്യ പന്തെറിയുകയും മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും കിവീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം. കാരണം അവർ വളരെ പ്രതീക്ഷയോടെയാണ് കന്നി കിരീടം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വരുന്നത്. ഇനി ഇന്ത്യൻ ടീമിലേക്ക് വളരെ പെട്ടെന്ന് വരികയാണെങ്കിൽ സഞ്ജു സാംസൺ, നമുക്കറിയാം ഒരു വർഷം മുന്നേ കരക്കിരുന്ന സഞ്ജു, ഇത്തവണ സഞ്ജു ആണ് ടീമിൻ്റെ നട്ടല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നു. 2 മത്സരങ്ങളിൽ മികച്ച ഫോമിൽ അദ്ദേഹം എത്തി, അർദ്ധ സെഞ്ചുറി നേടി ടീമിൻ്റെ ഒരു നെടുന്തൂണായി മാറുന്ന ഒരു കാഴ്ച. ഇന്നും അദ്ദേഹം ഫോമിലാകും എന്നുള്ള പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. അതിനേക്കാൾ ഉപരി ടീമിനുള്ളത് അത് തന്നെയാണ്. ഒരു വിസ്ഫോടകാത്മകമായിട്ടുള്ള തുടക്കം സഞ്ജുവിൽ നിന്നും ഉണ്ടായാൽ അത് വലിയ മികച്ച ഒരു മുന്നേറ്റം ടീം ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറുവശത്ത് അഭിഷേക് ശർമ്മ പോലെയുള്ള ടീം അംഗങ്ങളുണ്ട്. ഇനി കിവീസിനെ സംബന്ധിച്ചിടത്തോളം ഫിൻ ആലൻ എന്നുള്ള താരമാണ് എല്ലാവരും ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തെ പുറത്താക്കാൻ സാധിച്ചാൽ ടീം ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ ഒരു മേധാവിത്വം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും 7 മണി വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അഖില, ശരി, ലിജിനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രതീക്ഷയോടെ ഇന്ത്യ കാത്തിരിക്കുകയാണ്.